ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും ട്വിസ്റ്റ്. ചില പാളികൾ മാറ്റിയതാണ് സംശയം. ഒപ്പം പരിശോധിച്ച പാളികളിൽ ചിലതിൽ മെർക്കുറിയുടെ അംശം തീരെയില്ലെന്നാണ് കണ്ടെത്തൽ. ചില പാളികളിൽ ശാസ്ത്രജ്ഞരും സംശയം ഉന്നയിച്ചിരിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും സാമ്പിൾ ശേഖരിച്ച മറ്റൊരു ലാബിൽ കൂടി പരിശോധിക്കാനാണ് നീക്കം. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, ഈ ശാസ്ത്രജ്ഞർ ഇതൊക്കെ സ്ഥിരീകരിക്കുന്നതിന് മുൻപ്, എത്രയോ നാൾ മുൻപ് ജനം TV പറഞ്ഞിരുന്നു അവിടെ ഒന്നും സ്വർണ്ണമായിട്ടില്ല എന്ന്. എന്നാലും വീണ്ടും പാളികൾ കടത്തിയിരിക്കാമെന്നുള്ള അത് തെളിയിക്കുന്ന വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, വീണ? അശ്വതി, ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രീയ പരിശോധന വേണമെന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ BSSCയിൽ ശാസ്ത്രീയ പരിശോധന നടന്നിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് വിശദമായി തന്നെ മൊഴിയെടുത്തിരുന്നു. കൂടാതെ തന്നെ അതിന്റെ റിപ്പോർട്ട് കൂടി SIT സംഘം പരിശോധിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട്, അതായത് ഈ ഒരു സ്വർണത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്താൻ വ്യക്തത ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഇത് സ്വർണ്ണപ്പാളിയിലെ അളവ് എത്രയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചില പാളികളിൽ മെർക്കുറിയുടെ അംശം തീരെ ഇല്ലെന്നുള്ള പുതിയ വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ഈ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നൊക്കെ മണിക്കൂറുകൾ നീണ്ടുനിന്ന മൊഴിയാണ് SIT സംഘം രേഖപ്പെടുത്തി. അതിനാൽ തന്നെ ഈ പരിശോധനാ ഫലത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇതിൽ വ്യക്തത കുറവുള്ളതിനാൽ തന്നെ മറ്റൊരു ലാബിൽ പരിശോധന നടത്തണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് SIT സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് SIT സംഘം ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നിലവിലെ കാര്യങ്ങളൊക്കെ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഏറെ വൈകിയ സാഹചര്യത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് മറ്റൊരു ലാബിൽ കൂടി പരിശോധന നടത്തണം. ആ പരിശോധന നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരുമെന്നാണ് പറയുന്നത്. ഭവ അറ്റോമിക് സെന്ററിലായിരിക്കും പരിശോധന നടത്തുക എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇതിൽ പാളികൾ എത്രയാണ്, സ്വർണത്തിന്റെ അളവ് എങ്ങനെയാണ് പാളിയിൽ, അതിൽ മെർക്കുറിയുടെ അംശമില്ലെന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലാണെന്ന് കൂടുതൽ സാങ്കേതികമായി തെളിയിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയനിലേക്ക് SIT സംഘം കടക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്തിമ തീരുമാനമുണ്ടാവുക ഹൈക്കോടതിയിൽ നിന്നായിരിക്കും. അശ്വതി. ശരി വീണ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും നിർണായക പരിശോധനയാണ്. വീണ്ടും ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി കടത്തി, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണയാണ് തലസ്ഥാനത്ത് നിന്നും സുപ്രധാനമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.